ക്ലാസ്സിലൊരു ഫ്രീ അവർ കിട്ടിയപ്പോൾ ഞങ്ങൾ ചുമ്മാ ഗെയിംസ് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്താണ്. നാളെ തൊട്ട് നമുക്ക് അവധിയല്ലേ, എന്നാൽ എല്ലാവർക്കും കൂടെ നാളെ ഒന്ന് ഔട്ടിങ് പോയാലോ. അങ്ങനെ നമ്മളെല്ലാവരും വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ മീറ്റ് ചെയ്തു. മെട്രോ ത്രൂ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത് വേറൊന്നുമല്ല, നമുക്ക് 50 രൂപ ഡേ പാസ് എടുത്തു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റ് പാസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെട്രോ ഉള്ള എവിടെ വേണമെങ്കിലും പോകാം. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും നോക്കിയില്ല, വണ്ടി എടുത്തില്ല. വണ്ടി വടക്കേക്കോട്ടിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ലുലു ആണ് ഗെയ്സ് നമ്മൾ ഔട്ടിങ്ങിന് ചൂസ് ചെയ്ത കാര്യം. ലുലു ചൂസ് ചെയ്യാൻ വേറൊന്നുമല്ല കാര്യം. ചിലർക്ക് തോന്നും അതിന് ലുലുവിൽ എന്താ ഉള്ളതെന്ന്. വേറൊന്നുമല്ല, നമുക്ക് വെയിൽ കൊള്ളണ്ട മെയിൻലി. പിന്നെ ഫുഡായാലും ഗെയിംസ് ആയാലും ഈവൻ സിനിമ കാണണമെങ്കിൽ പോലും ഇതിനകത്ത് കിടന്നങ്ങ് കറങ്ങിയാൽ മതി. പുറത്തു പോയി ഒരുമാതിരി റഷായിട്ട് കുളമാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ലുലു ചൂസ് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ പ്രൈമറി ആവശ്യം എനിക്ക് ലുലുവിൽ സെലിബ്രേഷനിലൊന്ന് കയറണമായിരുന്നു. വേറൊന്നുമല്ല, എനിക്കൊരു സാരി എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ 2nd ഫ്ലോറിലാണല്ലോ മെട്രോ ഇറങ്ങി നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൗൺ ഫ്ലോറിലെത്തി, ഐ മീൻ സെലിബ്രേഷൻ്റെ 1st ഫ്ലോറിലെത്തി. ആൻഡ് അവിടെ കുറേ അധികം കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. എനിക്കിഷ്ടപ്പെടാഞ്ഞാണ് അവിടെ കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ചേച്ചിയുടെ അടുത്ത് പറയായിരുന്നു എനിക്ക് ഇന്ന രീതിയിലുള്ള സാധനമാണ് വേണ്ടത്. അപ്പോഴത്തേക്കും തസ്നി വന്നു. അവൾ കലൂരിൽ നിന്നാണല്ലോ വരുന്നത്. അങ്ങനെ നമ്മൾ സെലിബ്രേഷന് നല്ല അടിപൊളി ഒരു സാരിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇതിനിടയ്ക്ക് എന്നെ ഒരാൾ പറ്റിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ കഥയൊക്കെ പിന്നൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ ആ സാധനം പറ്റിക്കപ്പെടലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഗായത്രിയുടെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എല്ലാവരും. അപ്പം തൃശയും ഗായത്രിയും ഫുഡ് കോർട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഹൈപ്പറിൽ നിന്ന് കേക്കും നമുക്ക് കഴിക്കാനുള്ള ഫുഡും ഒക്കെ ആയിട്ട് ഗായത്രി സർപ്രൈസ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിൽ ആ പ്ലാൻ തൃശ്ശ പൊളിച്ച് കാണും. അവളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എന്തൊക്കെ നമ്പർ ഇട്ട് കാണുമോ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അങ്ങനെ നമ്മൾ ഭയങ്കര സർപ്രൈസായിട്ട് ഗായത്രിയെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം അവളുടെ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ മൈൻഡൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമുക്ക് അവളുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കാര്യം എൻ്റെ എല്ലാ ചാനൽ വ്ളോഗ് തുടങ്ങിയ സമയത്തും ഗായത്രിയുടെ സെലിബ്രേഷൻ ഒരു വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഗായത്രിയുടെ എക്സ്പ്രഷൻ എന്ന് നോക്കാം. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വെച്ച് അവൾ പിടിക്കുമെന്ന്, പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഹാപ്പി അവളല്ലേലും ഭയങ്കര ഹാപ്പിയാണ്. അവളെ തസ്നി, തൃഷ, കുട്ടൻ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് നേഹ ആയാലും അതുപോലെ തന്നെ അമ്മു, സായി എല്ലാവരും നമ്മൾ നല്ല കമ്പനിയാണ്. അതിൽ സായിക്കിന്ന് വരാൻ പറ്റിയില്ല. വി മിസ് യു എന്ന് ഞാൻ അവളോട് പറയുന്നു. അവൾ കാണത്തില്ല മിക്കാറും വ്ളോഗൊന്നും, എന്നാലും അവളോട് ഞാൻ പറയുന്നു സായി വി മിസ് യു ഡാ. കുഴപ്പമില്ല. ദെൻ നമ്മൾ ഫുഡും കേക്കും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ അവൾ കേക്ക് മുറിച്ചു. കേക്ക് അടിപൊളിയായിരുന്നു. ചീസി കേക്ക് അങ്ങനെ എന്തുവാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റായിട്ട് കേക്ക് ഓർമ്മയില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും ഒരു കേക്ക് ലവർ അല്ല, ബട്ട് കേക്ക് അടിപൊളിയായിരുന്നു. അതായത്
ഇതാണ് 30 ഏക്കർ ചില്ലുവാനം. ഇത് ഇളയ പെങ്ങളുടെ കൊടുത്തത്. ഗായത്രി അങ്ങനെ വളരാൻ അനുവദിച്ചുകൂടാ, പിന്നെ ചിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ അവളുടെ കോമഡിയൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. ഞാനൊക്കെ വിശന്ന് ഭയങ്കരമായിട്ട് എങ്ങനെയും ഫുഡേ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണല്ലോ നമ്മൾ നേരത്തെ വന്നത്. നമ്മൾ ആദ്യം ഒരു സ്റ്റാർട്ടർ കഴിച്ചു. ദെൻ നമ്മളൊരു ചിക്കൻ ഷവർമയാണ്, എന്തോ സ്പെഷ്യലി ഉണ്ടാക്കിയൊരു ഷവർമയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, കാര്യം നേഹയാണ് ഓർഡർ ചെയ്തത്. ബിക്കോസ് നമുക്ക് കഴിക്കാനല്ലേ അറിയുള്ളൂ, അന്വേഷിക്കാൻ അറിയത്തില്ലല്ലോ. ഇനി നമ്മളൊരു ഡെസേർട്ട് വാങ്ങി, അതും ഞാനങ്ങനെ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഗായത്രിക്ക് ഭയങ്കര ഇഷ്ടം ഈ വക സാധനങ്ങൾ. അപ്പോൾ അവൾ കഴിച്ചു. പിന്നെ സ്പ്രൈറ്റ് ഉണ്ടായി. സ്റ്റാർട്ടറൊക്കെ അടിപൊളിയായിരുന്നു. വിശന്ന് വലഞ്ഞിരുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഫുഡ് അത്യാവശ്യം അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡില്ലേ ആർക്കും ഇഷ്ടപ്പെടാത്ത. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗായത്രിയെ വളരാൻ അനുവദിച്ചുകൂടാന്ന്. അങ്ങനെ ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട് ചളവാക്കിയപ്പോൾ ഞാൻ നേഹ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവളിൽ എന്ത് തേങ്ങയാണ് കാണിക്കുന്നുള്ള എക്സ്പ്രഷനാണ് അവൾ ഇടുന്നത്. തസ്ന പിന്നെ ഫുഡിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഏതൊരു ഔട്ടിങ്ങിന് വന്നാലും റീൽസ് എടുക്കാതെ എന്ത് മടക്കും എന്നുള്ള രീതിക്ക് തസ്നയും ഗായത്രി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ റീൽസിനകത്ത് ഞാനില്ല, വീട്ടിൽ പോയിട്ട് തന്നെ എടുക്കാനുള്ള പ്ലാനായിരുന്നു ഞാൻ. അത് എന്ത് ചെയ്യാനാ. അങ്ങനെ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അടുത്തത് പോകാൻ പോകുന്നത്. Okay, where we are going? We are going to Rebounds. Okay, let's go. Fun. Yeah, let's go guys. Guys, സമീപനം. നീ ഇതിന്റെ ഇടയ്ക്കൂടെ ഷോർട്ട്സ് എടുത്തോണ്ടിരിക്കണയാണോ? ഓക്കെ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. അല്ല കേട്ടോ, അല്ലാണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. നിങ്ങൾ പറയൂ, ഈ ഇതിന്റെയാണ്. ഞാൻ മനഃപൂർവ്വം അവളുടെ സൗണ്ട് ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ റീബൗണ്ട്സിൽ പോകാനാണല്ലോ പ്ലാൻ ചെയ്തത്. പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ഇപ്പം നടക്കാൻ പോവാന്ന് പറയുന്നു. പക്ഷേ പഞ്ചൂര്യൻ്റെ കാർഡില്ലാണ്ട് അവർ നമ്മളെ കയറ്റൂല എന്ന് പറഞ്ഞു. നമ്മൾ ഒരു ഡേക്ക് വേണ്ടിയിട്ടല്ലേ ഔട്ടിങ്ങിന് വന്നത്. അപ്പം നമ്മൾ പോയ പോലെ തന്നെ ബാന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരിച്ചിങ്ങിറങ്ങി. പാവം പോകുന്ന പോക്ക് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറിയെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ അവിടുന്ന് നമ്മളെ ആർക്കും തളർത്താൻ പറ്റിയില്ല. നമ്മൾ വീണ്ടും സിനിമയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. സിനിമയ്ക്ക് നമ്മൾ PVR തന്നെ കയറി. നമ്മൾ വാഴ കാണാൻ പോയി കേസ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ അത്യാവശ്യം കാണാൻ പറ്റിയ മൂവിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിച്ചിരിച്ചൊരു വഴിയായി. ചില സ്ഥലങ്ങളിൽ നമുക്ക് റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചിരിക്കും, ബാക്കിയുള്ളവരും ചിരിക്കുന്നില്ല. സിനിമ ഒരു രക്ഷയില്ല. ചിരിച്ച് ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് ഭയങ്കര ഫീൽ ഗുഡ് മൂവിയാണ്. ഞാൻ ബ്ലറാക്കിയിട്ടത് വേറൊന്നുമല്ല, ഒരു മൂവിയല്ലേ, എനിക്ക് മിക്കവാറും കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. എന്നാലും നിങ്ങളൊക്കെ പോയി കാണണം ഗൈസ്. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങി എല്ലാവരും സൂപ്പർ ഹാപ്പിയാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ കൂടി ഇത്രയും നൈറ്റിൽ പുറത്തൊക്കെ പോകുന്നത്. എല്ലാവരും ഹാപ്പിയാണ്. ഞാൻ അതിനേക്കാട്ടി ഹാപ്പിയാണ്. കുറേ നാളത്തെ എന്താ പറയുന്നത്, എല്ലാത്തിൽ നിന്നും ഒരു റിലീഫ് പോലെ അടിപൊളിയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിരിക്കും എന്ന് പറയത്തില്ലേ, അത് തന്നെ. ഞാൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഇതായിരുന്നു എടപ്പള്ളിൻ്റെ അവസ്ഥ. ഭയങ്കര ബ്ലോക്കായിട്ട് നമ്മൾ പെട്ടുപോകാനേയും വണ്ടിയിൽ കാറിന് വന്നിരുന്നുവെങ്കിൽ. പക്ഷെ ഞങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മെട്രോയിൽ വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ ചെന്ന് അതല്ലേലും അങ്ങനെയല്ലേ, നമ്മൾ കൂടുതൽ പ്ലാൻ ചെയ്താൽ നടക്കത്തില്ല. പെട്ടെന്ന് ഒരു പ്ലാനിങ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നടന്നോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അത്രയുള്ളൂ. ബൈ.